മോളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തുക നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് രാധിക മോളെ കൂടി ഉൾപ്പെടുത്തിയാൽ എന്താ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എങ്കിൽ പിന്നെ നന്നായല്ലോ. ഈ ഒത്തുചേരലിന്റെ ഫോട്ടോ എന്തായാലും വേണം, അത്രേ ഉള്ളൂ. അതെ, ഇങ്ങനെ കഥ പറഞ്ഞ് നേരം വെളുപ്പിക്കാനാണോ പരിപാടി? ആരതിയുടെ കോടതി കഥകൾ കേൾക്കുമായിരുന്നു അടുത്തി, നല്ല രസമുണ്ട്. എന്തായാലും ഇനി കൂടുതൽ കഥയൊന്നും പറയണ്ട. ശ്യാമ നേരത്തെ പോയി കിടന്നുറങ്ങിക്കോ. ചെറിയമ്മേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. തനിച്ചു പോവാണോ നീ ഇപ്പോ? ആരതി, വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവിടാം. അതെ, ഈ നല്ല നല്ല വില്ലന്മാരുടെ ഭീഷണിയൊക്കെ മറികടന്ന് ഇവിടെയല്ല, അങ്ങ് പുറത്ത് വലിയ വലിയ നഗരങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ആളാ ഞാൻ. അവിടെയുള്ള കുഴപ്പക്കാരൊന്നും ഇവിടെ ഇല്ല. തൽക്കാലം ആരതിവർമ്മയുടെ അടുത്തേക്ക് ആരും വരില്ല. വന്നാൽ തന്നെ അവർക്ക് രക്ഷയില്ല. ചേച്ചി നല്ല ഇടിക്കാരിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോ ഒരാളുടെ സാക്ഷിപത്രം കിട്ടിയല്ലോ. ആ, എന്നാ ചെറിയമ്മേ, ഞാൻ ഇറങ്ങാം. രാവിലെ വിളിച്ചോളാം. എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത് നിന്നോടാണ് കേട്ടോ. അതിനെന്താ, സൗകര്യം പോലെ ഒരു ദിവസം വന്ന് നന്ദിയൊക്കെ വാരിക്കൊണ്ടേ പൊക്കോളാം. ഇപ്പൊ സമയമില്ല, അതുകൊണ്ടാണേ. ശരി, പോട്ടെ. ശരി. സത്യം പറഞ്ഞാ എല്ലാരും കൂടിയ സന്തോഷത്തിൽ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. എന്നാ നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചോണ്ടിരിക്കാമേ. അമ്മ ഇറങ്ങിട്ടെ ഞാൻ ഇറങ്ങുന്നുള്ളൂ. ഏയ്, അതൊന്നും വേണ്ട. ഇന്ന് എന്റെ മോൾ എന്റെ കൂടെ കിടക്കണ്ട. അതെന്താ? അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. അതെന്താ മാഡം? അത് മനസ്സിൽ വല്ലാതെ സന്തോഷം നിറയുന്ന നിമിഷം പുള്ളിക്കാരിക്കൊരു ശീലമുണ്ട്. അഖില് സ്വപ്നത്തില് വരൂ. പിന്നെ രണ്ടുപേരും കൂടെ ചറ പറന്ന് സംസാരവാ. ചില ദിവസങ്ങളിൽ ഞാൻ ചെന്ന് വാതില് തട്ടിയിട്ടുണ്ട്. ആരോ സംസാരിക്കണമെന്ന് വെച്ച് നോക്കുമ്പോ ആരെയും കാണില്ല. ആണോ അമ്മേ? അച്ഛനായിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ടോ? അതൊരു തോന്നലാണെന്നാ മറ്റുള്ളവർ പറയാ. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല, ശരിക്കും അടുത്ത് വരും. അമ്മ എല്ലാ സങ്കടവും പറയും, കേട്ടിരിക്കും, ആശ്വസിപ്പിക്കും. പക്ഷേ ഇന്ന് വന്ന സങ്കടം പറയില്ല കേട്ടോ, സന്തോഷമേ പറയൂ. മോളെക്കുറിച്ച് പറയും, മോനെക്കുറിച്ച് പറയും, നമ്മൾ ചെലവിട്ട നല്ല നിമിഷങ്ങളെക്കുറിച്ച് പറയും. ആ, എന്നാ പിന്നെ പോയി കിടന്നു. വരും. ഗുഡ് നൈറ്റ്. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. മോളെ, എന്തിനാ കരഞ്ഞ? ഒന്നുമില്ല. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ ത്രില്ലിൽ അമ്മ.
രാവിലെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അമ്പലത്തിൽ കയറണം കേട്ടോ. നേരത്തെ റെഡിയാവണം രണ്ടുപേരും. എന്നാ പിന്നെ എടുത്തി കിടന്നോ? ഞാൻ വന്ന് നോക്കണേ ഇടയ്ക്ക്. വേണ്ട, മറ്റൊരാളുടെ സ്വകാര്യതയിൽ ആവശ്യമില്ലാതെ കയറുന്നത് ശരിയല്ല. ഗുഡ് നൈറ്റ്. നേരത്തെ കഴിക്കാൻ പറഞ്ഞിട്ടും കഴിച്ചില്ല. ഇപ്പൊ ഭക്ഷണം എടുക്കട്ടെ? വേണ്ടടോ, കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല ഇന്നിന്. വേണ്ട. എന്താലോചിച്ച ഇപ്പൊ ഈ മനപ്രയാസം? നാളെ രാവിലെ 10 മണിക്ക് ശ്യാമ പറഞ്ഞ് രജിസ്ട്രേഷൻ നടക്കും. രാധികയുടെയും വരുണിന്റെ പേരിലേക്ക് ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ എത്തും. നമ്മുടെ എല്ലാ ബാധ്യതകളും തീരാൻ പോവല്ലേ? അതെ, ശ്യാമ തരുന്നത് സന്തോഷത്തോടെയാ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്രയും കാലം അഭിമാനത്തോടെ ജീവിച്ചിട്ട് ഇപ്പൊ വല്ലാതങ്ങ് ചുരുങ്ങിപ്പോയ അവസ്ഥ തോന്നുന്നുണ്ട് പത്മിനി. ഒരു കാര്യം ചെയ്യൂ, രാധികയുടെ വിഹിതത്തിൽ നിന്ന് എടുക്കുന്നത് അന്ന് പറഞ്ഞതുപോലെ കടമായിട്ട് തന്നെ കണ്ടോളൂ. അതിന് കൃത്യമായ കണക്ക് വെക്കണമെന്ന് സൂര്യയോടും വരുണോടും പറയണം. മാന്യമായ ലാഭവിഹിതത്തോടെ അത് വീട്ടിൽ കഴിയുമ്പോൾ ആ ബാധ്യത തീരുമല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. എന്താ അത്? കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇതുവരെ ഉടമകളായി ഞാനും വരുണും സൂര്യയും മാത്രമേ ഉള്ളൂ. മോളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തുക നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് രാധിക മോളെ കൂടി ഉൾപ്പെടുത്തിയാൽ എന്താ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എങ്കിൽ പിന്നെ നന്നായല്ലോ. അതോടെ പരമേശ്വരന്റെ മാനസിക വിഷമവും കുറഞ്ഞു കിട്ടും. അച്ഛാ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? രാധികയെ കമ്പനി ഉടമയാക്കുന്നതിന്റെയൊക്കെ? വീഴ്ചയിലായ കണിമംഗലം ഗ്രൂപ്പിനെ കരകയറ്റാൻ ഞാൻ മറ്റൊരാളുടെ സഹായം തേടുന്നു. അതിന് മാന്യമായൊരു സ്ഥാനവും അർഹിക്കുന്ന ഒരു വിഹിതവും അവർക്ക് കൊടുക്കുന്നു. അതിലെന്താ തെറ്റ്? ഈ തീരുമാനം ഏട്ടനെടുത്തതാണോ അതോ ഇങ്ങനെയൊക്കെ വേണോന്ന് ശ്യാമയോ രാധികയോ ആവശ്യപ്പെട്ടതാണോ? അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ശ്യാമ പറഞ്ഞത് എന്താന്ന് വ്യക്തമായിട്ട് നിങ്ങളും കേട്ടതാണല്ലോ. പിന്നെന്തിനാ ഈ ചോദ്യം? അവര് ചോദിച്ചോട്ടെ പത്മിനി. പക്ഷേ ഇവർ രണ്ടുപേരും ഓർക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്കുണ്ട് കുടുംബം. കണിമംഗലത്തൊരു പ്രശ്നം വന്നിട്ട് അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓ,